ഇന്ന് നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ എങ്ങനെയാണ് ലീഫ് ഫില്ലിങ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സിൽക്ക് ത്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും രണ്ടഴയിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ മെഷീൻ ത്രെഡ് ഒക്കെ ചെയ്ത് ത്രെഡ് വർക്കൊക്കെ ചെയ്ത തുലിപ്പിൻ്റെ 14.0.5 ആണ് നമ്പർ നീഡിലെടുത്തേക്കുന്നത്. അപ്പോൾ ഈ സെൻറ്ററിലൂടെ നമ്മൾ ലീഫ് വരച്ചിട്ട് സെൻറ്ററിലൂടെ നമ്മളൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം പകുതിയിൽ വരുന്ന രീതിയിൽ നമ്മളൊരു ചെയിൻ എടുക്കുക. അതിൻ്റെ ശേഷം മുകളിലോട്ട് പോവുക. ബോർഡറിൽ പോയി ഒരു ചെയിൻ എടുക്കുന്നു. അവിടെ നമ്മൾ ലോക്ക് ഇടാണ്ട് നേരെ താഴേക്ക് കൊണ്ടുവന്ന് അവിടെ തന്നെ ലോക്കാക്കിക്കുകയാണ് ആ ത്രെഡിനെ. ദെൻ നമ്മൾ അടുപ്പിച്ച് വെച്ച് ഒരു ചെയിൻ എടുക്കുന്നു. ദെൻ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ഒരു ചെയിൻ എടുത്ത് കൊടുക്കുക. വീണ്ടും ഇപ്പോൾ ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ടൈറ്റാക്കി കൊടുക്കുക. സെൻറ്ററിലോട്ട് അവിടെ തന്നെ നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ ചെയിനുകൾ താഴോട്ട് പയ്യെ ഇറക്കി കൊണ്ടുവരിക. ഇനി ഇപ്പുറത്തെ സൈഡാണ് ചെയ്യേണ്ടത്. അതും ഏകദേശം അപ്പുറത്ത് ചെയ്തതിനോട് അടുത്തായിട്ട്. ഇപ്പുറം പോവാം. ഇങ്ങനെ മാറി മാറി ചെയ്യുവാണ് വേണ്ടത്. സെൻറ്ററിലോട്ട് ഈ ത്രെഡിനെ ലോക്ക് ചെയ്യിക്കാനായിട്ട് താഴേന്ന് ഈ നീഡിലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ടൈറ്റ് ആയിക്കോളും. ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുക. നമ്മുടെ ലീഫ് എത്ര വലിപ്പമുണ്ടോ ആ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
ഇങ്ങനെ തന്നെ നമ്മൾ ഒരേ രീതിയിൽ ചെയ്തു പോവുക. ഇതിന് സാധാരണയായിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാറില്ല കേട്ടോ. ഔട്ട്ലൈൻ കൊടുത്താൽ അതിൻ്റെ ഒരു ഭംഗി പോവുക ചെയ്യുക. ബീഡ്സൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഡിസൈനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എഡ്ജ് വരെ ചെയ്യാം, എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇവിടെ എൻഡ് ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.